ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംഗമപ്പുലരിയിൽ അതിവേഗം 10 കോടി ദേവിയൊപ്പം സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊത്തി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃതതീർത്ഥം ചൊരിയണയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ. ഈ പാട്ട് വളരെ പ്രസിദ്ധമാണ്. KG യേശുദാസ്, പത്മശ്രീ KG യേശുദാസ് പാടിയ ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റി നടക്കുന്ന ഗാനമാണ്, സിനിമാ ഗാനമാണ്, പഴയ സിനിമാ ഗാനമാണ്. ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അനുഭൂതി പകരുന്ന ഗാനങ്ങൾ വളരെ അധികം അയ്യപ്പ ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുണ്ട്. അതുപോലെ മറ്റു ഗായകരും ജയചന്ദ്രൻ ഉൾപ്പെടെ, അടുത്തിടെ നമ്മുടെ വിട്ടുപിരിഞ്ഞ ജയചന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെ. പക്ഷേ ശബരിമലയിലേക്ക് വരുന്ന ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന ഈ യാത്ര, അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. അത് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും മകരസംക്രമണ നാളിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ മുറിച്ചുള്ള ഘോഷയാത്ര വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുക. അവിടെ നിന്ന് പുറപ്പെട്ട് ശരണം വിളികളാൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തിലെത്തുകയാണ്. ഈ പരമ്പരാഗത പാതയെന്ന് പറയുമ്പോൾ പന്തളത്തു നിന്ന് തിരിച്ച് അത് കുളനട വഴി കോഴഞ്ചേരിയിലെത്തുകയാണ്. കോഴഞ്ചേരിയിലെത്തിയാൽ കോഴഞ്ചേരിയിൽ സ്വീകരിച്ച് വരുന്ന ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന ഈ ഘോഷയാത്ര, അത് പിന്നീട് പുതിയകാവ് ക്ഷേത്രത്തിൽ എത്തുന്നതാണ് നമ്മൾ കാണുന്ന ഈ കാഴ്ച ഇവിടെ കാണാൻ പോകുന്നത്. പുതിയകാവ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ചെറുകോൽപ്പുഴയിലെത്തി, പാലം കടന്ന് ചെറുകോൽപ്പുഴയിലെത്തി പുതിയകാവ് ദേവീക്ഷേത്രം വളരെ പുരാതന ക്ഷേത്രം തന്നെയാണ്. അവിടെ ഒരു ദിവസം ഒരു 4-5-6 മണിക്കൂറോളം അവിടെ വെച്ചതിന് ശേഷം ദർശനം നടന്നു വരുന്നു ഈ തിരുവാഭരണ ഘോഷയാത്ര. വളരെ ആനന്ദ നൃത്തം ചവിട്ടി ശബരിമല പോകുന്ന അയ്യപ്പ ഭക്തന്മാരോടൊപ്പം ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണത്തിന് ഘോഷയാത്രയ്ക്ക് ഇവിടെ സ്വീകരണം വെടിക്കെട്ടുകയും സാമ്പിക്കൽ കൊട്ടാരത്തിൽ പുലർച്ചെ നടന്ന ചടങ്ങുകളാണ് തലേ ദിവസം. വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജയ്ക്ക് വേണ്ടി ഇളമുറ തമ്പുരാൻ കൈപ്പുഴ പടിഞ്ഞാറേത്തവണ മംഗളവിലാസം കൊട്ടാരത്തിൽ അവിട്ടം നാൾ രവിവർമ്മ രാജപ്രതിനിധി തിരുവാഭരണ വേള പല്ലക്ക വാഹകരെയും സംഘാംഗങ്ങളെയും ഭസ്മം നൽകി അനുഗ്രഹിച്ചാണ് തുടർന്ന് ഇളമുറ തമ്പുരാനും രാജപ്രതിനിധി രാജവർമ്മയ്ക്കും ക്ഷേത്രത്തിലേക്ക് സ്വീകരണം കൊടുത്ത് അവിടെ നിന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ 12-ാം തീയതി തന്നെ ആരംഭിച്ച് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ കൂറ്റി പൂജിച്ച ഉളവാൾ ഇളമുറ തമ്പുരാൻ നൽകി. അദ്ദേഹം ഘോഷയാത്ര നയിക്കുന്ന രാജപ്രതിനിധികൾ ഉളവാൾ കൈമാറി അനുഗ്രഹിച്ച് അവിടെ നിന്ന് തിരുവാഭരണങ്ങൾ പെട്ടികളിലാക്കി മേൽശാന്തി നിരാജനമൊടുങ്ങി. രാജപ്രതിനിധിയും പരിവാരങ്ങളും പുറത്തെത്തി ക്ഷേത്രത്തിന് വലം വെച്ച് രാജശേഖര മണ്ഡപത്തിന് മുൻപിൽ ഒരുക്കിയിരുന്ന പല്ലക്കിൽ യാത്ര തുടങ്ങുകയായിരുന്നു. കിഴക്കേ നടയിൽ അവിടെ നിന്ന് തിരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള തിരുവാഭരണ പീഠം വളരെ വർഷങ്ങളായി അദ്ദേഹം ആണ് തിരുവാഭരണം ശിരസിലേറ്റുന്ന പരമ്പരാഗതമായി അവർക്കുള്ള അവകാശമാണത്. ശരണം വിളി ഉയരവേ ഘോഷയാത്ര സന്നിധാനം ലക്ഷ്യമാക്കി അവിടെ നിന്ന് പുറപ്പെടുകയായി. മരുതമന ശിവൻകുട്ടി പൂജാപാത്രങ്ങൾ അടങ്ങുന്ന പെട്ടിയും കിഴക്കേ തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായർ കൊടിപ്പെട്ടിയും ശിരസിലെത്തി പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ യാത്ര തുടരുകയായിരുന്നു. നാളെ, അതായത് ഇന്നത്തെ ദിവസം ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ദർശനത്തിന് വെച്ച് ഈ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് വെളുപ്പിനെ 1:30 അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകിട്ട് ശബരിമലയിലെത്തുകയായി. ആ ശബരിമലയിലെത്തുന്ന അവിടെ തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലം വെട്ടി നഗരം ചൂണ്ടി തെളിയും. അതാണ് പതിവ്.
ഘോഷയാത്രയ്ക്കൊപ്പം പല്ലക്കിൽ യാത്രയിൽ തിരിക്കുന്ന രാജപ്രതിനിധി പമ്പയിലെ രാജമണ്ഡപത്തിലെത്തി ഭക്തർക്ക് ഭസ്മം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. 1-ാം ദിവസം അത് കഴിഞ്ഞ് മല കയറുന്ന അദ്ദേഹം ശബരിമലയിലെ കളപ്പവും മലയപ്പുറത്തെ കുരുതിയും കഴിഞ്ഞ് ശബരിമല നടയടച്ച ശേഷം തിരുവാഭരണവുമായി പന്തളത്തേക്ക് മടങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഇത്തവണയും അത് പതിവ് തെറ്റിക്കാതെ രാജപ്രതിനിധിയോടൊപ്പം കടന്നു വരുന്നു ഇവിടെ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിലേക്ക്. ഈ പരമ്പരാഗത പാത പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര പെട്ടികൾ എല്ലാം ഇവിടെ എത്തി തിരുവാഭരണങ്ങൾ അടങ്ങുന്ന പെട്ടികൾ അത് ഇവിടെ എത്തിയിരിക്കാൻ വളരെ പ്രത്യാദരപൂർവ്വം പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭക്തർ ഇവിടെ സ്വീകരിക്കുകയാണ്. ഈ തിരുവാഭരണത്തെ ഇവിടെ ശരണമന്ത്രങ്ങൾ കൊണ്ടും ഇങ്ങനെ ഭക്തരുടെ ശരണം വിളികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഒരു 4-5 മണിക്കൂറോളം ഇവിടെ തന്നെ ഈ ദേവീ സമക്ഷം ദേവിയുടെ അടുത്തു തന്നെ ഈ നമ്മുടെ ഈ തിരുവാഭരണം പെട്ടികൾ ഇവിടെ ദർശനത്തിൽ വയ്ക്കുകയായി. അത് നാലമ്പലത്തിനുള്ളിൽ, അതായത് ശ്രീകോവിലിൻ്റെ അടുത്ത് തന്നെ ശ്രീകോവിലിനുള്ളിൽ തന്നെ അത് വയ്ക്കുകയായി. അവിടെ ദർശനം സാധ്യമാണ്. പക്ഷേ തിരക്ക് വളരെ കൂടുതലാണ്. വളരെയധികം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലാ വർഷവും പ്രത്യേകങ്ങൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയതായി കാണാൻ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം കുട്ടികൾ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ എത്തി ഇതൊക്കെ കണ്ട് ദർശിക്കാനുള്ള അനുഗ്രഹം, ഭാഗ്യം അവർക്ക് ലഭ്യമാകുക എന്ന് തന്നെ പറയാം. അതൊരു വലിയ മഹാഭാഗ്യമാണ്, പുണ്യമാണ്. ശബരിമല അയ്യപ്പൻ ഒരു വികാരമാണ് ഭക്തർക്ക്. അതായത് എല്ലാ വർഷവും ഈ സമയത്ത് സംക്രാന്തി ദിനത്തിൽ മകരവിളക്ക് കാണുന്ന ദിവസം മകരജ്യോതിയിൽ ആകാശത്തൊരു നക്ഷത്രം തെളിഞ്ഞു നിൽക്കും എന്നാണ് പറയാറ്. ഇവിടെ നമ്മൾ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൻ്റെ നേരെ മുകളിൽ കാണുന്ന ഈ ചന്ദ്രൻ ഈ ആശീർവദിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. ഇതോടൊപ്പം പറന്നു വരുന്ന പരുന്ത്, അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എല്ലാ വർഷവും പന്തളത്തു നിന്ന് ഇത് പുറപ്പെടുന്ന സമയത്ത് ഈ പരുന്ത് ഇതോടൊപ്പം തന്നെ യാത്ര ചെയ്യും എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ പരുന്തിനെ കാഴ്ചക്കാരും കണ്ടവർ വളരെ ചുരുക്കമാണ്. കണ്ടതിൽ ഒരാൾ, എനിക്കും അങ്ങനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി ഒരിക്കൽ. അത് ഇതേ പുതിയകാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് രാത്രിയിൽ 11:30 മണിക്ക് ആണ് എനിക്ക് ആ ദർശനം ലഭിച്ചത്. സാക്ഷാൽ ശബരിമല അയ്യപ്പൻ്റെ ഒരു ശക്തിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശരിക്കും ഭക്തർക്ക് ലഭിക്കാറുണ്ട്. പലർക്കും പല അനുഭവങ്ങളിലൂടെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അയ്യപ്പൻ്റെ അനുഗ്രഹം എനിക്കും അനുഗ്രഹം കിട്ടിയതായി ഞാൻ കരുതുന്നു. എന്തായാലും ഇതാ വീണ്ടും ആ പുതിയകാവ് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ട്, ദേവിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പൻ ചാത്താനുള്ള തിരുവാഭരണങ്ങളുടെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള അവരുടെ ആവേശവും അവരുടെ ഒരു ഭക്തിയുള്ള ആ ഒരു ഓട്ടപ്രദക്ഷിണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്നവരും വളരെ അവരെ സുരക്ഷിതരായി ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ വരെ എത്തിക്കുന്നത് വരെ സുരക്ഷിതരായി ഇവിടെ കൊണ്ടുപോകുന്ന ചുമതല എല്ലാ വോളണ്ടിയേഴ്സുമാർക്കും ഉണ്ട്. അവർ പ്രത്യേകം സേവ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഇവിടെ തിരക്കിനിടയിൽ കാല് കുത്തുവാൻ, സൂചി കുത്തുവാൻ സ്ഥലമില്ലാത്ത ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോ പകർത്തിയതാണ്. ഇവിടെ വളരെ ഭക്തിയിൽ ആണ്ടുകിടക്കുന്ന ഈ പ്രദേശം മുഴുവൻ പുതിയകാവ് ഇനി ശബരിമലയിൽ മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന് ചാർത്തി ഈ അനുഗ്രഹ സാക്ഷാത്കാരം നേടുവാനായി ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുകയായി. അതിനുശേഷം മകരജ്യോതി കണ്ട് വണങ്ങി അവർ തിരിച്ച് യാത്രയാകും. കുറച്ച് ദിവസങ്ങൾ അവിടെ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യം ഭക്തജനങ്ങൾക്ക് ലഭ്യമാകും. സ്വാമി ശരണമയ്യപ്പ.